ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഹെന്ന കോൺസ് എങ്ങനെ 4 മെത്തേഡിൽ സീൽ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റോൾഡ് കോൺസും അതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയ ഹെന്ന പേസ്റ്റും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ചെറിയൊരു കട്ട് കൊടുത്തിട്ട് നമുക്കപ്പോൾ കോൺസിൽ പേസ്റ്റ് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, അവർ കോൺസ് ഉണ്ടാക്കുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ട്. അപ്പോൾ സ്റ്റക്ക് ആവാത്ത കോൺസ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയെന്ന്. നമ്മൾ കോൺസ് ഫില്ല് ചെയ്യുമ്പോൾ അതിലേറെ കിടക്കുമ്പോഴാണ് കോൺസ് സ്റ്റക്ക് ആവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസ് ഫില്ല് ചെയ്യാൻ തുടങ്ങുന്ന ഭാഗം തൊട്ട് അത് എൻഡ് ചെയ്യുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പേസ്റ്റ് നിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ കോൺ ഫില്ല് ചെയ്യുമ്പോൾ പിന്നെ അതിൽ എയർ ഉണ്ടാവില്ല. പിന്നെ കോണിൻ്റെ ടിപ്പിൻ്റെ ഭാഗത്തുള്ള എയർ എന്തായാലും നമ്മൾ കോൺ ഫില്ല് ചെയ്തതിന് ശേഷം അത് പ്രസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ ഇതുപോലെ എയർ കടക്കാത്ത രീതിയിൽ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് കോൺസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് സ്റ്റക്ക് ആവുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ കോണ് സീൽ ചെയ്യുന്നത് കുറച്ചും കൂടെ നീറ്റാക്കാൻ വേണ്ടിയിട്ട് കോണിൻ്റെ മുകൾ ഭാഗത്തൊന്നും പേസ്റ്റ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ വേണം ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ 4 കോണും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോണും ഓരോ മെത്തേഡിൽ സീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന മെത്തേഡ് ഞാൻ ഓൾറെഡി കോൺ മേക്കിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഫസ്റ്റ് ഒരു സെല്ലോ ടേപ്പിൻ്റെ പീസ് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഓപ്പണിങ്ങിലും അതുപോലെ ഡയഗണൽ ആയിട്ടുള്ള ഓപ്പണിങ്ങിലുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി കോണിന് മുകൾ ഭാഗത്തൊന്നും പേസ്റ്റ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ സെല്ലോ ടേപ്പ് കോണിനോട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. കോൺ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എയറെല്ലാം ടിപ്പിലൂടെ പുറത്തേക്ക് കളയാം. കോണിൻ്റെ ടിപ്പിൽ നിന്നും ഹെന്ന പേസ്റ്റ് നല്ലപോലെ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് ആ ടിപ്പ് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സീലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ട്രയാങ്കിൾ പീസ് നമുക്ക് താഴത്തേക്ക് മടക്കാം. അതിനുശേഷം 2 കോർണേഴ്സും നമുക്ക് ഇതുപോലെ സൈഡിലേക്ക് മടക്കി കൊടുക്കാം. ഈ 2 പീസും കയ്യിൽ പിടിച്ചിട്ട് തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഈ ഭാഗം നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് തന്നെ നമുക്കൊരു കഷ്ണം സെല്ലോ ടേപ്പ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുള്ള കോൺസ് ആവണമെങ്കിൽ നമ്മളിതുപോലെ നല്ല ടൈറ്റായിട്ട് വേണം സീൽ ചെയ്യാൻ. എന്നിട്ട് ഈ കാണുന്ന 2 സൈഡ് കോർണേഴ്സും നമുക്കിതുപോലെ സെല്ലോ ടേപ്പ് കൊണ്ട് സൈഡിലേക്ക് വലിച്ചു പിടിച്ച് സീൽ ചെയ്യാം. ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും കോൺസ് ലീക്ക് ആവില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് 2 സൈഡും ഒന്നും കൂടെ സെല്ലോ ടേപ്പ് കൊണ്ട് സീൽ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ഒട്ടിച്ചിട്ടുള്ള ഈ സെല്ലോ ടേപ്പിൻ്റെ പീസുകൾ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കഷ്ണം സെല്ലോ ടേപ്പ് ഇതുപോലെ വട്ടത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ കോൺസ് സൈഡിൽ നിന്നും ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയ കഷ്ണം സെല്ലോ ടേപ്പ് ഡയഗണലായിട്ട് കോണിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് സീലിംഗ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ മെത്തേഡാണ് ഒരുവിധം ഹെന്ന ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ കോൺ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മുന്നത്തെ പോലെ തന്നെ ഒരു കഷ്ണം സെല്ലോ ടേപ്പ് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഓപ്പണിങ്ങിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് സെല്ലോ ടേപ്പിൻ്റെ പീസ് കോണിനോട് ചേർത്ത് കൊടുക്കാം. കോണ് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് എയറെല്ലാം കളഞ്ഞ് നമ്മുടെ ടിപ്പ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് ടിപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. കോണ് നല്ല ടൈറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ എല്ലാ പീസ്റ്റും അടിയിലേക്ക് അമർത്താം. എന്നിട്ട് മുകളിൽ കാണുന്ന ട്രയാങ്കിൾ പീസ് അടിയിലേക്ക് അമർത്തി കൊടുക്കുക. എന്നിട്ട് ആ മടക്കിയ ഭാഗം 2 തവണ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 അറ്റങ്ങളും ഉള്ളിലേക്ക് വലിച്ച് പിടിച്ചിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് ഒരുമിച്ച് പിടിച്ചിട്ട് തന്നെ അടിയിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് ഒരു കഷ്ണം സെല്ലോ ടേപ്പ് മുകളിൽ നിന്ന് അടിയിലേക്ക് സീൽ ചെയ്ത് കൊടുക്കുക. ഇനി ഈ കോൺസ് കാണാൻ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് സെല്ലോ ടേപ്പ് വലിച്ച് പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഒന്നും കൂടെ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കോണിന് ചുറ്റും വട്ടത്തിൽ ഒരു കഷ്ണം സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഈ മെത്തേഡിൽ നമ്മൾ കോൺസ് സീൽ ചെയ്യുമ്പോൾ നേരത്തെ കാണിച്ച മെത്തേഡിനെക്കാട്ടി കുറച്ച് സെല്ലോ ടേപ്പ് യൂസ് ചെയ്താൽ മതി.
മുന്നത്തെ പോലെ തന്നെ ഒരു വലിയ കഷ്ണം സെല്ലോ ടേപ്പ് ഒരു ആംഗിളിൽ പിടിച്ചിട്ട് നമ്മൾ കൂണിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേറൊരു രീതിയിൽ കൂണ് സീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് തേർഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലും ഫസ്റ്റത്തെ ഒരു 3-4 സ്റ്റെപ്പ് മുന്നേ കാണിച്ചിട്ടുള്ള മെത്തേഡുമായിട്ട് സിമിലർ ആണ്. ഇനി സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെഫ്റ്റ് തമ്പ് കൂണിൻ്റെ നടുവിൽ വെച്ചിട്ട് റൈറ്റ് സൈഡിൽ നിന്നും സെല്ലോഫെയിൻ ഷീറ്റ് ചെരിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നും സെല്ലോഫെയിൻ ഷീറ്റ് ചെരിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സെല്ലോഫെയിൻ ഷീറ്റ് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തത് കാണാം. ഇനി മുകളിലുള്ള ഭാഗം ഉള്ളിലേക്ക് മടക്കി മടക്കി കൊടുന്ന് അമർത്തി പിടിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്യാം. നമുക്ക് കാണുമ്പോൾ ഈ മെത്തേഡാണ് ഏറ്റവും ഈസിയസ്റ്റ് എന്ന് തോന്നുമെങ്കിലും ഇത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ലപോലെ പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് ഈ മെത്തേഡിൽ നമുക്ക് നീറ്റായിട്ട് കൂൺസ് സീൽ ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് നേരത്തെ പോലെ വട്ടത്തിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഈ മെത്തേഡിൽ നമ്മൾ കൂണിൻ്റെ സൈഡ് വലിച്ചു പിടിച്ച് സീൽ ചെയ്യുന്നില്ല. ആ വീതിയുള്ള ഭാഗം നമ്മൾ അങ്ങനെ തന്നെ വിടുകയാണ്. അപ്പോൾ അതിന് വേറൊരു ഭംഗി. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് മെത്തേഡ് ഓഫ് സീലിംഗ്. ഇപ്പോൾ കാണിക്കാൻ പോകുന്ന 4ാമത്തെ മെത്തേഡ് ടോട്ടലി അൺപ്രൊഫഷണൽ ആണ്. നിങ്ങൾ കൂൺസ് സെയിലാക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഈ മെത്തേഡിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഞാൻ കൂൺ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ സീലിങ്ങിൻ്റെ ഭാഗം ബുദ്ധിമുട്ടാണ്, അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് DIY കിറ്റ് വാങ്ങിക്കാൻ മടി കാണിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഓഫ് സീലിംഗ്. ഈ മെത്തേഡിൽ നമ്മൾ കാണിച്ച പോലെ ബാക്കി ഭാഗം സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് കൂണിൻ്റെ മുകൾ ഭാഗം നല്ലപോലെ ടൈറ്റായിട്ട് ചുരുട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും കോൺസ് ലീക്ക് ആവില്ല. പക്ഷേ നമ്മൾ കോൺസിൽ പേസ്റ്റ് ഫില്ല് ചെയ്യുമ്പോൾ നല്ലപോലെ ഇറക്കിയിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റാൻ ഒരുപാട് സ്ഥലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോൺസ് സെയിലാക്കാന്നുള്ള ഉദ്ദേശമില്ലാതെ ചുമ്മാ വീട്ടിൽ കോൺസ് ഉണ്ടാക്കി നോക്കാം. അതുപോലെ മുന്നേ പറഞ്ഞിട്ടുള്ള മെത്തേഡിലൊന്നും കോൺ സീൽ ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഈ മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് കോൺ സീൽ ചെയ്യാം. ഈ 4 കോൺസും കാണാനും നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കോണിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഭാഗം നോക്കിയിട്ട് വേണം സ്റ്റിക്കർ ഒട്ടിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 4 മെത്തേഡിൽ കോൺസ് സീൽ ചെയ്യുന്നത്. കോൺസിൻ്റെ മുകൾ ഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 4നും 4 ലുക്കാണ്. അപ്പോൾ നിങ്ങളൊരു ബിഗിന്നർ ആണെങ്കിൽ ഈ 4 മെത്തേഡും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഏത് മെത്തേഡാണോ ആ മെത്തേഡിൽ കണ്ടിന്യൂ ചെയ്ത് വരിക. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹെന്ന ഡിസൈനിങ് ക്ലാസ്സസ് ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹം അത് കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ അതിനനുസരിച്ചിട്ട് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹെന്ന കോൺസ് സീൽ ചെയ്യുന്ന എല്ലാ മെത്തേഡും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ ഇത് ഉപയോഗപ്പെടുന്ന ഹെന്ന ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം.